ഹലോ, എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളിൽ ഒരു നൊസ്റ്റാൾജിക് ഐറ്റമാണ് കേട്ടോ ഈ ഒരു ഫ്രൂട്ട്. നമ്മുടെ ഞാവൽപ്പഴം, ഗുജറാത്തുകാരുടെ ജാമുൻ. ഇതൊരു നൊസ്റ്റാൾജിക് ഐറ്റമാണെന്ന് പറയാൻ കാരണം ഉണ്ട് കേട്ടോ. പണ്ട് എൻ്റെ കുഞ്ഞിലെ ഞങ്ങൾ താമസിച്ചിരുന്ന വീടിൻ്റെ അപ്പുറത്ത് നല്ല വലിയൊരു ഞാവൽമരം ഉണ്ടായിരുന്നു കേട്ടോ. ആ പരിസരത്താണെങ്കിൽ എന്നെ പോലത്തെ നല്ല തല തെറിച്ച പിള്ളേർ സെറ്റും ഉണ്ടായിരുന്നു. ഈ ഞാവൽപ്പഴം ഉണ്ടാവുന്ന സമയത്ത് ഇത് പെറുക്കാൻ അടിയാവട്ടെ. ഞങ്ങളുടെ ഇടയിൽ രാത്രി എങ്ങാനും മഴ പെയ്താലോ പിന്നെ പറയണ്ട, കുശാലാവും ഞങ്ങൾക്ക്. അങ്ങനെ താഴെ വീണത് പെറുക്കി തിന്നിരുന്ന ഞങ്ങൾക്ക് അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ ഒരു ഐഡിയ പറഞ്ഞു തന്നു. ഓരോരുത്തർ വീട്ടിൽ നിന്ന് പോയിട്ട് ഓരോ പഴയ ചാക്ക് കൊണ്ടുപോയോ, എന്നിട്ട് ആ മരത്തിൻ്റെ താഴെ ഇട്ട മണ്ണും പൊടിയും ഇല്ലാണ്ടൊക്കെ നിങ്ങൾക്ക് തിന്നൂടില്ലേ എന്നൊരു ചോദ്യം. അങ്ങനെ പിറ്റേന്ന് ഈവനിങ് എല്ലാവരും കളിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് അടി ഉണ്ടാക്കി പഴയ ഒന്ന് രണ്ട് ചാക്ക് ഒപ്പിച്ച് വന്നു കേട്ടോ. അപ്പോഴാണ് ആളുടെ അടുത്ത ഐഡിയ, ചാക്ക് നടുകീറിയിട്ടാൽ ഒന്നുകൂടെ വീഴ്ത്തി കിട്ടുമല്ലോ, അപ്പം ഞാവൽപ്പഴം കൂടുതൽ കിട്ടും എന്നൊക്കെ. പിന്നെ ഒന്നും നോക്കിയില്ല, വന്നവർ ചാക്ക് നടുകീറി ഇതെൻ്റെ ഇത് നിൻ്റെ എന്നൊക്കെ പറഞ്ഞ് ഓരോ സൈഡിലായിട്ട് ഇടാൻ തുടങ്ങിയിട്ടാ. അങ്ങനെ അന്ന് രാത്രി ചാക്ക് മുഴുവൻ ഞാവൽപ്പഴം കിട്ടുന്നതും സ്വപ്നം കണ്ടു കിടന്നുറങ്ങി. പക്ഷെ പിറ്റേന്ന് രാവിലെ ചാക്ക് നോക്കാൻ പോകാനായിട്ട് മറന്നു. സ്കൂളിൽ പോകാൻ നേരം യൂണിഫോം മാറ്റുമ്പോഴാണ് ഓർമ്മ വന്നത് ഞാവൽപ്പഴം മറക്കിയില്ലായിരുന്നു. അന്നാണെങ്കിൽ വെനസ്ഡേ സ്പെഷ്യൽ യൂണിഫോമായിട്ട് വൈറ്റ് ഷർട്ടും ചെക്ക് സ്കേർട്ടും ആയിരുന്നു വേഷം. ധൃതിയിൽ ആരോടും പറയാണ്ട് ഒരു കവർ പോലും എടുക്കാണ്ട് ഞാൻ ഞാവൽപ്പഴം പെറുക്കാൻ ഓടിയിട്ടാ. കയ്യിൽ പെറുക്കി കൂട്ടിയ ഞാവൽപ്പഴമൊക്കെ ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് ആർക്കും കൊടുക്കില്ല എന്ന മട്ടിൽ നിൽക്കായിരുന്നു. സ്കൂളിൽ പോകാനുള്ള വണ്ടി വന്നപ്പോൾ എന്നെ കാണാതെ നോക്കിയപ്പോൾ ഉണ്ട് ഞാൻ ദാ വരുന്നു ഒരു ലോകം കീഴടക്കിയ പോലെ, വൈറ്റ് ഷർട്ട് ബ്ലൂ ഷർട്ട് ആക്കിയിട്ട്. പിന്നെ ഒന്നും പറയണ്ടല്ലോ, കണക്കിന് കിട്ടി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല സാറ്.